CBSE 10th റിസൾട്ട് വന്നു, ഇനി എന്ത് എന്ന തംബ്നെയിൽ കണ്ടു വന്നവരായിരിക്കും ഭൂരിഭാഗം മക്കളും. സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, എന്തെങ്കിലും പ്ലാൻ ആയോ? കൊമേഴ്സ് സ്ട്രീം എടുത്ത് പഠിക്കണോ അല്ലെങ്കിൽ സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കണോ എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ വന്നവരെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കട്ടെ എത്ര മക്കൾക്ക് ഇത്രയും വിഷൻ ഉണ്ട് എന്ന് നോക്കട്ടെ. ഒരു പ്ലാനും ഇല്ലാത്തവർ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവസാനം വരെ വീഡിയോ ഒന്നിരുന്ന് കാണുക, നമുക്കൊരു ധാരണയിലെത്താം. കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാകാൻ പോവുകയാണ്. നിങ്ങൾ 10ാം ക്ലാസ് വരെ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ അല്ല പ്ലസ് 1ലേക്ക് ആയിക്കോട്ടെ പ്ലസ് 2ലേക്ക് ആയിക്കോട്ടെ ഇനി വരാനായിട്ട് പോകുന്നത്. ഈ 2 വർഷങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന 2 വർഷങ്ങൾ. അപ്പോൾ നിങ്ങൾ കുറേ പേര് സമ്മതിക്കില്ല. 10ാം ക്ലാസ്സിലും നിങ്ങൾ ഇതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത്. 10ാം ക്ലാസ്സിലും ഇതേ ക്രൂഷ്യലായിട്ടുള്ള നിമിഷങ്ങളാണ് അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള വർഷമാണ്, അത് നന്നായി പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ എന്ന് ഒരുപാട് പേര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സാർ അങ്ങനെയല്ല പറയുന്നത്, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് മക്കളെ. ഈ 2 വർഷം നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് പഠിക്കുന്നോ ആ 2 വർഷത്തിൻ്റെ ആ ഒരു എഫേർട്ട് നിങ്ങളുടെ ലൈഫിലുടനീളം തന്നെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ 2 വർഷം ഉഴപ്പാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് അതുപോലെ തന്നെ ഡൗണിലേക്കും പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് സ്ട്രീം എടുത്ത് പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ CBSE സ്ട്രീം, ഇപ്പോൾ 10 വരെ നിങ്ങൾ CBSE പഠിച്ചവരാണ്, +1 CBSE പഠിക്കണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. +1 +2 CBSE എടുത്ത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ +1ൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം ഉണ്ടാവില്ല, +2ൽ മാത്രമായിരിക്കും ഒരു ബോർഡ് എക്സാം ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസ് എടുത്ത് പഠിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അവിടെ +1ലും ഒരു ബോർഡ് എക്സാം വരും, +2ലും ഒരു ബോർഡ് എക്സാം വരും. 2 ബോർഡ് എക്സാംസ് ഉണ്ടായിരിക്കും. അത് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ എഴുതേണ്ടതായിട്ട് വരും. കാരണം +1ലെ മാർക്ക് +2ലും കൂടി എഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. കാരണം ഓരോ വർഷവും നിങ്ങൾക്ക് തന്നെ അറിയാം പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ്സും അത്രത്തോളം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വരുമ്പോഴും സൊല്യൂഷനായിട്ട് അവസാനം വരെ, സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. +1ന്റെ കേസിലാണെങ്കിൽ കൂടി ചരിത്രം ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സയൻസ് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്കായിട്ട് എക്സാമിനർ ഫാമിലിയുടെ അഗ്നി ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും CBSEക്ക് ആയിട്ട് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? CBSEക്ക് ഉണ്ട്. സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ അഗ്നി ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറും 4,999 ആണ് ഫീസ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നിങ്ങളെ കാത്ത് ബാച്ചിലിരിക്കുന്നത്. അത് ലൈവ് ക്ലാസ്സിന്റെ രൂപത്തിലായിക്കോട്ടെ, റെക്കോർഡ് ലേണിംഗ് വീഡിയോസ് ആയിക്കോട്ടെ, PDF ക്ലാസ് നോട്ട്സ് ആയിക്കോട്ടെ. ശ്രദ്ധിക്കുക, ചാപ്റ്റർ വൈസ് എക്സാംസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുക. കൃത്യമായിട്ട് അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ എക്സാംസ് കണക്ട് ചെയ്യും. അങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കുന്നു, എക്സാംസ് എഴുതുന്നു, കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ച് അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും ബാച്ചിൽ അവൈലബിൾ ആണ്. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൊമേഴ്സ് ബാച്ചിന് എന്താ, കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബാച്ചില്ലേ? ബാച്ച് ഉണ്ട് മക്കളെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജ്വാല ബാച്ച്. ആ ജ്വാല ബാച്ചിനെ കുറിച്ച് പറയുന്നതിനായിട്ട് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ബുക്ക് സെറ്റിനെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1530 രൂപയ്ക്ക് നമ്മൾ കുറച്ച് ബുക്ക് സെറ്റ് കൊടുക്കുന്നുണ്ട്. ആ ബുക്ക് സെറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് മക്കളെ നിങ്ങളുടെ അക്കാദമിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിപ്പോൾ ചാപ്റ്റർ വൈസ് സിംപ്ലിഫൈഡ് നോട്ട്സിൻ്റെ രൂപത്തിലായിക്കോട്ടെ, കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടി അടങ്ങിയതാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് വരുന്നത്. ഇനി നമുക്ക് ജ്വാല ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഫീസ് സെയിം 4,999 തന്നെയാണ് വരുന്നത്. 4,999 ഒരുപാട് ഫീച്ചേഴ്സ്, നേരത്തെ പറഞ്ഞ അതേ ഫീച്ചേഴ്സ് നമ്മൾ ജ്വാല ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചുമ്മാ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ല, വിത്ത് റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം എക്സാമിനർ ഫാമിലിയുടെ കൂടെ പഠിച്ച ഒരുപാട് പേർ ഫുൾ ഔട്ട് ഓഫ് ഫുൾ 520 520 മാർക്ക് കിട്ടിയ മക്കളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ചുമ്മാ ഒരു ബാച്ച് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇതിനെ കാണണ്ട. എത്രത്തോളം നമ്മൾ ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ അത് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലായിക്കൊണ്ട് താല്പര്യമുള്ള മക്കൾ വേഗം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ ഈ ജ്വാല ബാച്ചിനെ കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ അവിടെ 1,210 രൂപയാണ് അവിടെ ബുക്കിൻ്റെ എമൗണ്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അവിടെ ഉണ്ടായിരിക്കും. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് +1 മുതലേ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള മക്കളുണ്ടാവാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാൻ ആഗ്രഹമുള്ള മക്കളുണ്ടാവാം. ഡോക്ടർ ആണെങ്കിൽ അവനാണ് ആഗ്രഹമെങ്കിൽ നീറ്റ് എടുത്ത് പഠിക്കണം. അപ്പോൾ നീറ്റിൻ്റെ ബാച്ച് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയും. പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ 7,999 ആണ് ഫീസ്. താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് JEE എക്സാം എഴുതേണ്ടി വരും, JEEക്ക് വേണ്ടി പഠിക്കേണ്ടി വരും. +1 JEE ബാച്ചിൻ്റെ പേരാണ് നമ്മുടെ യോധ ബാച്ച്. ഫീസ് സെയിം തന്നെയാണ്. താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനിയും നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള ഏത് മേഖല ചൂസ് ചെയ്യണമെന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. സ്വയമായിട്ടൊന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. രസകരമായ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.